يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. എൻ്റെ രക്ഷിതാവേ, നാളെ പരലോകത്ത് നരകശിക്ഷയിൽ നിന്നും സൃഷ്ടികളെ രക്ഷപ്പെടുത്തുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നീ നന്മ ചൊരിയണമേ. വുലിദൽ ഹബീബു സയ്യിദുൽ മുത്തഅബ്ബിദു വന്നൂറു മിൻ വജനതിഹി യതവഖദു. അള്ളാഹുവിന് കീഴ്വണങ്ങുന്നവരും അവൻ്റെ സ്നേഹിതനും എന്ന് വെച്ചാൽ അവൻ്റെ ഹബീബുമായ ലോക നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കവിൾത്തടങ്ങളിൽ പ്രഭ മണി തിളങ്ങിക്കൊണ്ട് ഭൂജാതനായി. ഭൂമുഖത്ത് അഭൗമ തേജസ്സോടു കൂടി ഭൂജാതനായി എന്ന്. മുഖത്തേക്ക് അങ്ങ് നോക്കിയാൽ ശംസും കമറും തോറ്റുപോകുന്ന അത്രയും വലിയ പ്രഭയായിരുന്നു, പ്രകാശമായിരുന്നു ജനിച്ചപ്പോൾ. അത് തന്നെ വല്ലാത്തൊരു അത്ഭുതമാണ്. ജിബ്രീലു നാദാ ഫീ മനസത്തി ഹുസ്നിഹി ഹാദാ മലീഹുൽ കൗനി ഹാദാ അഹ്മദു. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വിളിച്ചു പറഞ്ഞു. സ്പഷ്ടമായി പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഴക് അന്ധകാരത്തിൽ നിന്നും ലോകത്തെ പ്രകാശിപ്പിക്കാൻ പോന്ന ഭംഗി പരിലസിക്കുന്ന അഴകായിരുന്നു, പ്രഭയായിരുന്നു. അമിന ബീവി ഗർഭം ധരിച്ചപ്പോഴുള്ള അവസ്ഥകളൊക്കെ അതിൻ്റെ ഹദീദിൽ പറയുന്നുണ്ട്. ഗർഭം ധരിച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ അതിബഹുലമായ വളരെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ആമിന ബീവിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാണാത്ത കാഴ്ചകൾ ഓരോരോ പ്രവാചകന്മാർ ഒക്കെ അരികിൽ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ പ്രായമായിരുന്നു ആമിന ബീവി, വളരെ ചെറിയ പ്രായം. هذا كحيل طرف هذا المصطفى هذا جزيل الوصف هذا السيد. അതെ, അത് കണ്ണിൽ സുർമയിടപ്പെട്ടവരും സൃഷ്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരും കറകളഞ്ഞ സൽഗുണ സമ്പന്നരുമായ ലോക നേതാവാണ് അദ്ദേഹം. ആ പിറന്നത് അങ്ങനത്തെ ഒരു മനുഷ്യ ജന്മമാണ്. അത്രയും പരിശുദ്ധമായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയുണ്ടായി, വിളിച്ചു പറഞ്ഞു ലോകത്തോട്, വാനലോകത്തുള്ളവരോടും ഒക്കെ വിളിച്ചു പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാം. هذا جميل نعطي هذا المرتضى هذا مليح الوجه هذا الأوحد. ഇത് വിശിഷ്ട സ്വഭാവത്തിലുള്ള ജനസംതൃപ്തി നേടുന്ന പ്രസന്നവദനായ നിസ്തുല്യനായ നബി തന്നെയാകുന്നു. ആര് പറഞ്ഞു? കണ്ടു നിൽക്കുന്ന ചില പണ്ഡിതന്മാർ പറഞ്ഞു. വേദപണ്ഡിതന്മാർ, വേദം അറിയുന്നവർ. ഏത് വേദം? തൗറാത്ത്, സബൂർ, ഇഞ്ചീല് ഇതൊക്കെ പഠിച്ച അതിൽ അവഗാഹം നേടിയവരുണ്ടായിരുന്നു. അവര് പറഞ്ഞു. ചില ജ്യോത്സ്യന്മാരും പറഞ്ഞു, പലരും പറഞ്ഞു. ഇന്ന് ജ്യോത്സ്യന്മാർ കണ്ടിട്ടില്ല, കാണാതെയാണ് പറയുന്നത്. അകലെ ഇരുന്നു കൊണ്ട് ജ്യോത്സ്യന്മാർ പറഞ്ഞു, ഇന്ന് മക്കയിൽ ജനിച്ച പുത്രനുണ്ടല്ലോ, അത് ഒരു നിസ്തുല്യ മനുഷ്യ സൃഷ്ടിയാണ്. എത്രയോ പ്രത്യേകതകളുള്ള ദൈവദൂതനാണ്. ദൈവത്തിൻ്റെ സന്മാർഗത്തിലേക്ക്, ശരിയായ പാതയിലേക്ക് ഇന്നുള്ളവരെ മുഴുവനും തെളിക്കപ്പെടും.
ലോകാവസാനം വരെ ജീവിക്കും, അല്ല, ലോകാവസാനം വരെ നിലനിൽക്കും ആ പ്രഭ. എന്നാൽ ലോകാവസാനം വരെ അദ്ദേഹത്തിൻ്റെ പാതയായിരിക്കും പിന്നീട് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ മാറ്റിത്തിരുത്തലുകളില്ലാതെ. മറ്റവരതൊക്കെ മാറ്റിത്തിരുത്തും എന്നാ പറയുന്നത്. ഇദ്ദേഹം വസ്ത്രങ്ങളും രത്നങ്ങളും അണിഞ്ഞ പ്രവാചകരാകുന്നു. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തുല്യമായി ലോകത്ത് ആരും കാണപ്പെടുകയില്ല. ഇസ്ലാമിക സദാചാര മൂല്യങ്ങളാകുന്നു രത്നങ്ങളും വിശ്വാസ രജതരേഖകളാകുന്ന വസ്ത്രങ്ങളുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അണിയിച്ചിട്ടുള്ളത്. അള്ളാഹു സൃഷ്ടിച്ചയക്കുമ്പോൾ അണിയിച്ചിട്ടുള്ളത് നിസ്തുല്യമായ രത്നങ്ങൾ. അതാണ് രത്നം എന്നും വസ്ത്രം എന്നും പറഞ്ഞത്. അണിയിച്ച വസ്ത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ വിശിഷ്ടത, പിന്നെ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാവ വിശിഷ്ടത, ഇതൊക്കെ നിസ്തുല്യമായിരുന്നു, തുല്യതയില്ല. അന്ന് ആ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരുപാട് ശില്പികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നിട്ട് പോലും നബിയുടെ ഒരു ചിത്രം കൊത്താൻ കഴിഞ്ഞിട്ടില്ല അവർക്ക്. ഇനി അഥവാ അങ്ങനെ ഒരു ചിത്രം കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആരാധ്യമാവുകയും ചെയ്യും. അതുകൊണ്ട് അത് അനുവദിക്കപ്പെടുന്നതുമല്ല. قالت ملائكة السماء بحسرهم ولد الحبيب ومثله لا يولد. വാനലോക മലക്കുകൾ പറഞ്ഞു, സൃഷ്ടികളുടെ സ്നേഹഭാജനമായ പ്രവാചകൻ പ്രസവിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് തുല്യമായി മറ്റൊരാളും ലോകത്ത് ഇതുവരെയും പ്രസവിച്ചിട്ടില്ല, ഇനി പ്രസവിക്കപ്പെടുകയുമില്ല എന്ന് പറഞ്ഞു. ആര്? വാനലോകത്തെ മലക്കുകളെ. വാനലോകത്തുള്ളവരോട് പറയാണ്. മാത്രമല്ല ഈ വാനലോകത്ത് എന്ന് പറയുമ്പോഴേ മലക്കുകളും ജിന്നുകളും മാത്രമല്ല, മനുഷ്യരുടെ ആത്മാക്കളുമുണ്ട്. അവർക്ക് പ്രപഞ്ചം, നല്ല മനുഷ്യരുടെ നല്ല ആത്മാക്കൾക്ക് എപ്പോഴും പ്രപഞ്ചത്തിൽ എവിടെയും സഞ്ചരിക്കാവുന്ന ഒരു രീതിയിലാണ് അള്ളാഹു ആക്കി തീർത്തിട്ടുള്ളത്. ബുശ്റാലി ഉമ്മത്തിഹി ബിറുഇയത്തി വജ്ഹിഹി ഹാദാ ഹുവൽ ജാഹുൽ അളീമുൽ അസിയദു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ദർശിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കല് സർവ്വ സന്തോഷ സുവിശേഷങ്ങളാണെന്ന് മലക്കുകൾ പ്രസ്താവിച്ചു. മലക്കുകൾ പറഞ്ഞു, ആ നബിയുടെ മുഖം ഒന്ന് സന്ദർശിക്കാൻ, ആ നബിയുടെ തിരുമുഖം ഒന്ന് കാണാൻ, അത് ഭാഗ്യം, വലിയ ഭാഗ്യമാണ്. അത് വലിയ വലിയ സുവിശേഷമാണ്, വിശേഷതയുള്ള കാര്യമാണ് എന്ന് മലക്കുകൾ മറ്റുള്ളവരോട് പറഞ്ഞു. അവർ കൂട്ടം കൂട്ടമായിട്ട് ലക്ഷക്കണക്കിന് മലക്കുകൾ ഓരോ ദിവസവും വന്ന് കാണുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടിയിട്ട്. അതായത് മനുഷ്യ സൃഷ്ടിയായിട്ട് ഭൂമിയിലേക്ക് വന്നതല്ലേ, അപ്പൊ മനുഷ്യ രൂപത്തിൽ ഒന്ന് കാണാന് പ്രഭയായിട്ട് അവർ കണ്ടിട്ടുണ്ട്. പ്രഭയായിട്ട്, പ്രകാശമായിട്ട് അവരിങ്ങനെ കണ്ടിട്ടുണ്ട്. അതാരുടേതാണെന്ന് അന്വേഷിച്ചിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒക്കെ വാൻലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. ولدته مختونا ومكحولا كما قد جاء في الخبر صحيح المسند. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സുർമ ഇടപെട്ടവരായും ചേലാക്രമം ചെയ്യപ്പെട്ടവരായിട്ടുമാണ് ആമിന ബീവി പ്രസവിച്ചിട്ടുള്ളതെന്ന് സാധുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധുവായ നബി വചനങ്ങളിൽ നിന്ന് തന്നെ പ്രമാണികരായ നിവേദകര് പ്രസ്താവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിച്ചപ്പോൾ തന്നെ ചേലാക്രമം ചെയ്യപ്പെട്ടവരായിട്ടാണ് പ്രസവിച്ചതു എന്ന് ആധികാരികമായ ആളുകൾ, അംഗീകരിക്കുന്ന ആളുകൾ പറയപ്പെട്ടിട്ടുണ്ട്.
صلى عليك الله عالم الهدى معناها طير في الحسن يغرد. സൽപാന്താവിന്റെ നേതാവേ, പർവ്വജാലങ്ങൾ വൃക്ഷശിഖരങ്ങളിലെ ഇരുന്ന് ശബ്ദിക്കുന്ന കാലത്തോളം, അതായത് അന്ത്യനാൾ വരെ അങ്ങയിൽ അള്ളാഹുവിന്റെ കരുണാകടാക്ഷം വർഷിക്കുമാറാവട്ടെ എന്നാണ് ആ ഹദീസിന്റെ ലാസ്റ്റ് പറയുന്നത്. ഇപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതെന്തിനാണ് നമ്മളെ വീടുകളിലൊക്കെ ഓതുന്നത് എന്ന് നിങ്ങൾ ചോദിക്കും. അതായത് ഒരു മങ്കൂസ് മൗലിദ് ഒരാള് തുറന്നു വെച്ച് ഓതാൻ തുടങ്ങിയാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പിൽക്കാലം ഉണ്ടല്ലോ, നബി ജനിക്കുന്നതിന് മുമ്പുള്ള ആ കാലം, അതുവരേക്കുമുള്ള ഒരവസ്ഥയും, അവിടെ നിന്ന് നബി ജനിക്കുമ്പോൾ ജനിക്കുകയാണ്, നബിയെ ഗർഭം ധരിക്കുകയാണ്, പിന്നെ നബി പ്രസവിക്കപ്പെടുകയാണ്, പിന്നെ നബി യാത്ര തുടങ്ങുകയാണ്, പിന്നെ നബി വഫാത്താവുകയാണ്. ഇങ്ങനെ ഒരു നൂറ്റാണ്ട് മുഴുവൻ ആ വീടില് ആ മൗലൂദ് ഓതി കഴിയുമ്പോൾ കടന്നു പോകും. അതിന്റെ ഓർമ്മകൾ മുഴുവനും അവിടെ അയവിറക്കപ്പെടും. അപ്പോൾ പഴയ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ജിന്നുകളുണ്ട്, അവരൊക്കെ അവിടെ ഹാദിറുണ്ടാവും. നബിയുടെ മദ്ഹിന്റെ സമയത്ത് ആ സദസ്സിൽ സന്നിഹിതരായിരുന്ന ആ കാലഘട്ടത്തിലെ ജിന്നുകൾ അവിടെ ഹാദിറാകും. അപ്പൊ അവരുടെ പ്രാർത്ഥനയും തേട്ടവും ഉണ്ടാകും, അവരുടെ സന്ദർശനം ഉണ്ടാകും. അവരുടെ സന്ദർശനം കൊണ്ട് നമ്മുടെ വീടും പരിസരവും ഒക്കെ സന്തോഷത്തിലാകും. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാം. ഇതിന്റെ ഹദീദ് ചൊല്ലാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സമയപരിമിതി കൊണ്ടാണ്. ഹദീദ് ചൊല്ലുമ്പോൾ ഒരുപാട് എപ്പിസോഡ് കുറെ കൂടിപ്പോവും. ഇതിനെ ഇപ്പൊ 3ാമത്തെ എപ്പിസോഡാണ് ഈ വിടുന്നത്. ഇൻഷാ അല്ലാഹ് എന്നാലും കഴിയുന്നിടത്ത് നമുക്ക് ഹദീദ് ഓതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജനന സമയങ്ങളും ജനന സംഭവങ്ങളുമാണ് ഹദീദിന്റെ ആദ്യ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ വർണ്ണനങ്ങളാണ്, നബിയെക്കുറിച്ചുള്ള ഈ വർണ്ണനങ്ങള്, നബിയെക്കുറിച്ചുള്ള ഈ ആഹ്ലാദപരമായ സന്തോഷങ്ങള് ആണ് നമ്മൾ ഈ പറയുന്നത്. ഇതൊക്കെ ശിർക്കാണെന്ന് പറഞ്ഞാല് ബുദ്ധിയുള്ളവർ സമ്മതിക്കൂല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് നബിയെ കാണാനുള്ള ഒരു ഭാഗ്യം തരട്ടെ. കണ്ണുകൊണ്ട് കണ്ടാൽ ആ കണ്ണ് പിന്നെ നരകത്തിലേക്ക് പോകൂല. അങ്ങനെയാണ്, നബിയെ കണ്ണുകൊണ്ട് കണ്ടാൽ ആ കണ്ണ് പിന്നെ നരകത്തിലേക്ക് പോകൂല. ഇൻഷാ അല്ലാഹ് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എന്താണ് മൗലിദ് എന്ന് അവർ പഠിക്കട്ടെ.